ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല പ്രദേശങ്ങളിൽ രണ്ടാം ദിവസവും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 174 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 148 പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നതും ഓരോ മണിക്കൂറിലും മരിച്ചവരുടെ എണ്ണം കൂടുകയാണ്. മരിച്ചവരിൽ 84 പേര് മാത്രമാണ് തിരിച്ചറിഞ്ഞത്. ഇന്ന് ഇതുവരെയുള്ള തിരച്ചിലിനിടെ മുണ്ടക്കയത്തിൽ നിന്ന് 5 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. അവിടെ 150 വീടുകളിൽ ആളുകൾ താമസമുണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വീടുകളിൽ കുടുങ്ങിപ്പോയവരെ മാറ്റാനും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. സമീപത്തുള്ള എസ്റ്റേറ്റുകളിൽ ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നുണ്ട്. അവിടെയും രക്ഷാപ്രവർത്തനത്തിനുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ഇന്ന് രാവിലെ സൈന്യം ഈ മേഖലയിൽ ഹെലികോപ്റ്ററിൽ ആവശ്യ വസ്തുക്കൾ വിതരണം ചെയ്തു. പോത്തുകല്ലിൽ നിന്ന് മാത്രം ഇതുവരെ കണ്ടെത്തിയത് 67 മൃതദേഹങ്ങളാണ്. 143 മൃതദേഹങ്ങൾ ഇതുവരെ പോസ്റ്റ്മോർട്ടം ചെയ്തു. നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 89 പേരെ ഇതുവരെ തിരിച്ചറിയാനുണ്ട്. ഔദ്യോഗിക കണക്കനുസരിച്ച് ചൂരൽമലയിൽ മാത്രം 20 പേരെ കാണാനുണ്ടെന്നാണ് സ്ഥലവാസികൾ പറയുന്നത്. 3000-ത്തിലധികം പേർ ക്യാമ്പുകളിലുമുണ്ട്. 98 പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ. ഇത് കുറയാനുള്ള സാധ്യതകളുണ്ടെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നത്. 486 പേരെയാണ് ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ 200-ലധികം പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് ക്യാമ്പുകളിലുള്ളവർ പറയുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ല. ജില്ലാ ഭരണകൂടത്തെ ഈ വിവരം ക്യാമ്പിലുള്ളവരാണ് പറയുന്നത്. അട്ടമലയിൽ നിന്ന് 30ഓളം ഇതര സംസ്ഥാനക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 150 പേരാണ് ഇവിടെ കുടുങ്ങിക്കിടന്നത്. മുണ്ടക്കൈയിലുള്ള 50ഓളം വീടുകൾ പൂർണ്ണമായും ഇല്ലാതായി എന്നാണ് ലഭിക്കുന്ന വിവരം. രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയാവുകയാണ് കാലാവസ്ഥ. എഴിമല നാവികസേന അക്കാദമിയിലെ 60 അംഗം രക്ഷാപ്രവർത്തനത്തിന് ചൂരൽമലയിലെത്തിയിട്ടുണ്ട്. ലഫ്റ്റനന്റ് കമാൻഡ് ആശീർവാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയിരിക്കുന്നത്. 45 നാവികർ, 5 ഓഫീസർമാർ, 6 ഫയർ ഗാർഡ്, 1 ഡോക്ടർ തുടങ്ങിയവരാണ് സംഘത്തിലുള്ളത്. 4 സംഘങ്ങളിൽ നിന്നും 150 പേരടങ്ങിയ ടീമാണ് മുണ്ടക്കയത്തിലേക്ക് തിരിച്ചിരിക്കുന്നത്. സൈന്യം, NDRF, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിശമന സേന എന്നിവരടങ്ങിയ സംഘവുമുണ്ട്. സന്നദ്ധ പ്രവർത്തകരും സംഘത്തോടൊപ്പമുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. സൈന്യം വൈകാതെ തന്നെ പാലം നിർമ്മിക്കുമെന്നും ഇതോടെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലായിരിക്കും നടക്കുന്നത്. മാനന്തവാടി മെഡിക്കൽ കോളേജ്, ബത്തേരി, വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കുന്നത്. നടപടികൾ അതിവേഗം പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകാനും ഒരുക്കുന്നുണ്ട്. ദുരന്തമുഖത്തുണ്ടായ പ്രദേശവാസികൾക്ക് പുറമെ തോട്ടം തൊഴിലാളികൾ, വിനോദസഞ്ചാരികൾ, മറ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ആശുപത്രിയിലെ ജീവനക്കാർ എന്നിവരെയും കാണാതായിട്ടുണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. വയനാട് മുണ്ടക്കയത്തായി ഉണ്ടായിരിക്കുന്ന വൻ ദുരന്തമാണെന്നും സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിലെ ക്യാമ്പുകൾ സന്ദർശിക്കും. രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ 2018-ലും 2019-ലും അതിജീവിച്ച കേരളം ഇതും അതിജീവിക്കുമെന്നും ഗവർണർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം വയനാടിനെ ദുരന്ത ഭൂമിയാക്കിയ 2 ആഴ്ചയോളം തുടർച്ചയായി പെയ്ത അതിതീവ്ര മഴയാണെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ നിഗമനം. 2019-ൽ വയനാട് പുത്തുമല ദുരന്തം ഉണ്ടാക്കിയതിന് സമാനമായ കാലാവസ്ഥാ അന്തരീക്ഷമായിരുന്നു ഇത്തവണയും വിനാശം വിധിച്ചത് എന്നാണ് വിദഗ്ധർ പറയുന്നത്.